Hello students. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പുതിയ സബ്ജക്റ്റാണ് 2019 സ്കീമിൻ്റെ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ്. ഓക്കെ, സോ നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് 5 മൊഡ്യൂൾസാണ് വരുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് മൊഡ്യൂളായിരിക്കും നമ്മളിവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് ദ സബ്ജക്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ മെയിൻലി ഡീൽ ചെയ്യാൻ പോകുന്നത് അബൌട്ട് ദി മെറ്റീരിയൽ കോൾഡ് ആസ് എ സെമി കണ്ടക്ടർ ആണ്. അപ്പോൾ സെമി കണ്ടക്ടറിനെ പറ്റി ബേസിക് ആയിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ട് അല്ലേ, ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചത്. അപ്പോൾ സെമി കണ്ടക്ടർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയാണ് അല്ലെ. സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ പാർഷ്യലി കണ്ടക്ടിങ് മെറ്റീരിയൽ നമ്മൾ പറയാറുണ്ട് അല്ലെ. വിത്ത് റെസ്പെക്ട് ഒരു കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ നോക്കുമ്പോൾ ഇതിൻ്റെ രണ്ടിടത്തിൻ്റെയും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വാല്യൂസിൻ്റെ ഒരു മിഡിൽ റേഞ്ച് വാല്യൂവിൽ വരുന്നതായിരിക്കും നമ്മുടെ ഈ പറയുന്ന സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. സോ വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഇസ് എ പാർഷ്യലി കണ്ടക്ടിങ് മെറ്റീരിയൽ വിത്ത് റെസ്പെക്ട് ടു കണ്ടക്ടർ ആസ് വെൽ ആസ് എ ഇൻസുലേറ്റർ. പിന്നെ നമ്മുടെ സെമി കണ്ടക്ടർ കാര്യം പറയുമ്പോൾ വരുന്ന വേറൊരു കോൺസെപ്റ്റാണ് ദി ഡോപ്പിംഗ്. ഓക്കെ, ഒരു സെമി കണ്ടക്ടറിൽ നമുക്ക് എക്സ്റ്റേണലി ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സെമി കണ്ടക്ടറിൽ നമുക്ക് എക്സ്റ്റേണലി ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, പെൻറ്റാവാലന്റ് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ട്. അത് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും, ഈ മെറ്റീരിയലിൽ കണ്ടക്ടിവിറ്റിയിൽ ചേഞ്ചസ് ഉണ്ടാവും. Okay, the process of addition of impurities, okay, which will in turn change the conductivity of the material is called as the doping process. Okay, and these semiconductors നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി IC കൺസ്ട്രക്ഷൻ, ഓക്കെ, VLSI ടെക്നോളജി, ഇവിടെ എല്ലാം നമ്മൾ ഒരു മെറ്റീരിയൽ ഫാബ്രിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. സോ ദേ ആർ യൂസ് ഫോർ ദി ഫാബ്രിക്കേഷൻ ഓഫ് ദി ഇലക്ട്രോണിക് ഡിവൈസസ്. ഓക്കെ, നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഉണ്ട്, നമ്മൾ ക്ലാസിഫിക്കേഷൻ പറയാൻ പറ്റും. സെമി കണ്ടക്ടറിൽ നമുക്ക് 2 ടൈപ്സ് ക്ലാസിഫിക്കേഷൻ പറയാൻ പറ്റും. ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നിങ്ങളുടെ സിലബസിൽ വരുന്നതാണ്. ഓക്കെ, ദി എലമെന്റൽ സെമി കണ്ടക്ടർ ആസ് വെൽ ആസ് ദി കോമ്പൗണ്ട് സെമി കണ്ടക്ടർ. സോ എന്താണ് ഈ ഡിഫറൻസ് പറയുന്നത്? ഓക്കെ, സോ എലമെന്റൽ സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സെമി കണ്ടക്ടർ വിച്ച് വിൽ ബി മെയ്ഡ് ഓഫ് എ സിംഗിൾ ടൈപ്പ് ഓഫ് ആറ്റം. ഓക്കെ, ഏതിൽ ഇപ്പോൾ ലൈക്ക് സെമി നമ്മുടെ സിലിക്കൺ ഓർ ജെർമേനിയം. ഓക്കെ, സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം വിച്ച് ആർ ദി 4th ഗ്രൂപ്പ് എലമെന്റ്സ്. അവർ കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്പീഷീസ് ഓഫ് നമ്മുടെ ആറ്റംസ് കാരണം ഉണ്ടാക്കുന്ന ഒരു കൈൻഡ് ഓഫ് സെമി കണ്ടക്ടർ ആണ് ഈ പറയുന്ന എലമെന്റൽ സെമി കണ്ടക്ടർ. ഓക്കെ, ആ സെമി കണ്ടക്ടറിൽ ഒരൊറ്റ ആറ്റം ഉണ്ടാവും, ഈതൻ സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം, അങ്ങനെ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ആറ്റം കൊണ്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സെമി കണ്ടക്ടറാണ് ഈ എലമെന്റൽ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട് എന്തായിരിക്കും? കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ ഒറ്റ സ്പീഷീസ് പറഞ്ഞ സ്ഥിതിക്ക് അവിടെ 2 or more ടൈപ്പ് വരാം. 2 or more ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് ആറ്റംസ് കാരണം 2 or more different types of species of atoms കാരണം കൺസ്ട്രക്ട് ചെയ്യുന്ന സെമി കണ്ടക്ടർ നമ്മൾ പറയുന്ന ഒരു കോമ്പൗണ്ട് സെമി കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ഇഫ് ദി എലമെന്റ്സ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഇവിടുത്തെ കേസിൽ നമുക്ക് ഇത് സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം ഉണ്ടായിരുന്നു. ആൻഡ് കേസ് ഓഫ് കോമ്പൗണ്ട് സെമി കണ്ടക്ടർ നമ്മൾ പറഞ്ഞു മോർ ദാൻ 2 എലമെന്റ്സ് വരാം. സോ വെൻ ദ നമ്പർ ഓഫ് എലമെന്റ്സ് വി ആർ യൂസിങ് ഇസ് 2 in nature. ഓക്കെ, നമ്മൾ 2 എലമെന്റ്സ് യൂസ് ചെയ്യുമ്പോൾ വി കോൾ ദി കോമ്പൗണ്ട് സെമി കണ്ടക്ടർ വിച്ച് ഇസ് ഫോംഡ്. ഓക്കെ, അതിനെ നമ്മളൊരു ബൈനറി കോമ്പൗണ്ട് സെമി കണ്ടക്ടർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ബൈനറി കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെമി കണ്ടക്ടർ വിൽ ബി 2. അല്ലെങ്കിൽ 2 ടൈപ്സ് ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ 2 സ്പീഷീസ് ഓഫ് ആറ്റംസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിയേ, അലുമിനിയം ആർസനൈഡ് അല്ലെങ്കിൽ നമ്മുടെ സിങ്ക് സൾഫൈഡ്. ഓക്കെ, അപ്പോൾ എന്താണ്, അലുമിനിയം ഒരു ടൈപ്പാണ്, ആർസനൈഡ് വേറൊരു ടൈപ്പാണ്. അപ്പോൾ 2 എലമെന്റ്സ് കാരണം ഉണ്ടാക്കുകയാണ്. ഓക്കെ, സിമിലർലി 3 എലമെന്റ്സ് വരികയാണെങ്കിൽ വി കോൾ ദാറ്റ് ആസ് എ ടേർണറി സെമി കണ്ടക്ടർ. എക്സാമ്പിൾ എന്താണ്, അലുമിനിയം ഗാലിയം ആർസനൈഡ്. സിമിലർലി 4 എലമെന്റ്സ് വരുമ്പോൾ വി കോൾ ദാറ്റ് ആസ് എ ക്വാട്ടർണറി സെമി കണ്ടക്ടർ, ക്വാട്ടർണറി കോമ്പൗണ്ട് സെമി കണ്ടക്ടർ. എക്സാമ്പിൾ എന്താണെന്ന് നോക്കി, അലുമിനിയം ഗാലിയം ആർസനൈഡ് ഫോസ്ഫൈഡ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് കോമ്പൗണ്ട് സെമി കണ്ടക്ടർ, ഈ കോമ്പൗണ്ട് സെമി കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടീസ് എനിക്ക് വേരി ചെയ്യാൻ പറ്റും. എങ്ങനെ വരും എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞിരുന്നു കോമ്പൗണ്ട് സെമി കണ്ടക്ടർ കേസിൽ ഇപ്പം ബൈനറി കോമ്പൗണ്ട് ആണെങ്കിൽ 2 എലമെന്റ്സ് ഉണ്ടായിരുന്നു. ഈ എലമെന്റ്സിന്റെ കോമ്പോസിഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് എനിക്ക് എൻ്റെ സെമി കണ്ടക്ടറിന് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് വേരി ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ കേസ് അബൌട്ട് ദി കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ്. ഇനി എലമെന്റിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സിംഗിൾ ടൈപ്പ് ഓഫ് ആറ്റം കൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദർ ആർ സർട്ടൺ പ്രോപ്പർട്ടീസ്. നമ്മൾ ഈ പറയുന്ന സിലിക്കണിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ദ റീസൺ വൈ ഇറ്റ് ഇസ് ബീങ് യൂസ് കോമൺലി. ഓക്കെ, ദ പ്രോപ്പർട്ടി സിലിക്കൺ ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് അബണ്ടന്റ് നേച്ചർ. കാരണം നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്താണ്, സിലിക്കൺ ആണ് അല്ലെ. സിലിക്കൺ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് അബണ്ടന്റ്. നമ്മൾ അതിൻ്റെ റോ മെറ്റീരിയൽ എവിടെ നിന്ന് കിട്ടുന്നത്, സോയിലാണ്. അപ്പോൾ സോയിലാണ് വിച്ച് ഇസ് അബണ്ടന്റ് നേച്ചർ. സോ ദ സിലിക്കൺ എന്ന് പറയുന്ന മെറ്റീരിയലും അബണ്ടന്റ് ആണ്. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഹൈ ടെമ്പറേച്ചർ ഓപ്പറേറ്റബിലിറ്റി. ഹൈ ടെമ്പറേച്ചർ ഓപ്പറേറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ ദ റീസൺ ഇസ് ദാറ്റ് സിലിക്കന് ഹൈ ബാൻഡ് ഗ്യാപ്പ് ആണ് compared to the germanium. Okay, silicon will be having high band gap compared to germanium. അതുകൊണ്ട് എന്ത് പറ്റും, it can be used for very high temperatures. Okay, high temperatures അത് സ്റ്റേബിൾ ആയിട്ട് വർക്ക് ചെയ്യും. ഇതാണ് നമ്മുടെ സിലിക്കൺ എന്ന് പറയുന്ന കോമ്പൗണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ സിലിക്കണിന്റെ കേസിൽ സിലിക്കണിന്റെ ഒരു ഓക്സൈഡ് വേർഷൻ നമുക്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ മോസ്ഫെറ്റിന്റെ കാര്യം പഠിച്ചാണ്. മോസ്ഫെറ്റിന്റെ കാര്യം പഠിക്കുമ്പോൾ നമ്മൾ അവിടെ ലെയർ പറയും
അല്ലെ ഒരു മാസ്കിംഗ് ലെയർ അല്ലെങ്കിൽ ഒരു ഐസൊലേഷൻ ഒരു പർപ്പസിന് വേണ്ടി ഒരു സിലിക്കൺ ഓക്സൈഡ് ലെയർ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഇസ് എന്താണ് ഓക്സൈഡ് വേർഷൻ ഓഫ് ദി സിലിക്കൺ. ഓക്കെ, സോ ഓക്സൈഡ് വേർഷൻ ഓഫ് സിലിക്കൺ ആണ് ഈ പറയുന്നത് സിലിക്കൺ ഓക്സൈഡ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ആസ് മാസ്ക് ഫോർ ദി ഫാബ്രിക്കേഷൻ പ്രോസസ്. ഫാബ്രിക്കേഷൻ പ്രോസസ്സിന് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യും, അതുപോലെ ഐസൊലേഷന് വേണ്ടി യൂസ് ചെയ്യും. അതേപോലെ നമ്മളിപ്പോൾ പറഞ്ഞ കേസിൽ ഇപ്പോൾ എന്താണ് മോസ്ഫെറ്റിന്റെ കേസിൽ നമ്മളൊരു ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അല്ലെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഈ ഓക്സൈഡ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ അടുത്ത ക്ലാസിഫിക്കേഷൻ നോക്കുന്നതാണ് ദ ഇൻട്രിൻസിക് ആസ് വെൽ ആസ് ദി എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ ആദ്യം നമുക്ക് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ പറ്റി പറയാം. സോ ഇറ്റ് ഈസ് ബേസിക്കലി എ പ്യുവർ സെമി കണ്ടക്ടർ. ഓക്കെ, ഇൻട്രിൻസിക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടർ. പ്യുവർ ഫോം ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഞാൻ എക്സ്റ്റേണൽ ഇമ്പ്യൂരിറ്റീസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ എന്ത് പറയുന്നത് പറഞ്ഞേ? ഡോപ്പിംഗ് എന്ന് പറഞ്ഞേ. വിച്ച് മീൻസ് ദാറ്റ് ഇൻ ദ കേസ് ഓഫ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ നമ്മൾ ഈ ഡോപ്പിംഗ് പ്രോസസ്സ് ചെയ്യുന്നില്ല. സോ വാട്ട് ഹാപ്പൻസ് ഹിയർ? ഓക്കെ, സോ നോ ഇമ്പ്യൂരിറ്റീസ് ആർ ബീങ് ആഡഡ്. ഇനി നമ്മളൊരു സെമി കണ്ടക്ടറിനെ പറയാണ്. ഒരു എക്സാമ്പിൾ എന്താണ്? നമുക്ക് സിലിക്കൺ ഉണ്ട്, ജെർമേനിയം ഉണ്ട്, സോ ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് അങ്ങനത്തെ ഒരു സെമി കണ്ടക്ടർ, ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു സെമി കണ്ടക്ടർ കേസ് പറയുകയാണെങ്കിൽ അതിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രം എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, ഡിഫറെൻറ്റ് ബാൻഡ്സ് ഉണ്ട്, എനർജി ബാൻഡ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു കരിയറിന് അതിന് ഡിഫറെൻറ്റ് എനർജി ലെവൽസ് അക്വയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ നമ്മൾ ഓരോ ഇമാജിനറി ബാൻഡ്സ് ആയിട്ട് പറയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് ബാൻഡ് ലെവൽസ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് എനർജി ബാൻഡ്സിനെ ഞാൻ ഒരു പർട്ടിക്കുലർ ലെവലായിട്ട് പറയും. എനിക്ക് എന്തൊക്കെ ബാൻഡ്സ് ഉണ്ട്? എനിക്ക് വാലൻസ് ബാൻഡ് ഉണ്ട്, എനിക്ക് എൻ്റെ കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട് അല്ലേ. സോ ഡിഫറെൻറ്റ് എനർജി ലെവൽസിൻ്റെ ഒരു കോമ്പോസിഷൻ ആയിരിക്കും ഒരു ബാൻഡായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതായിരിക്കും ഒരു എന്താണ് ഒരു എനർജി ബാൻഡ് ഡയഗ്രം എന്ന് പറയുന്നത്. സോ വി ഹാവ് എ വാലൻസ് ബാൻഡ് ആൻഡ് വി ഹാവ് എ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ ഇതിന് രണ്ടിടത്തിനും കറസ്പോണ്ടിങ് രണ്ട് എനർജീസ് ഉണ്ടാവും. നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? വാലൻസ് ബാൻഡിൻ്റെ എനർജിയെ ഞാൻ ഇ വി എന്ന് പറയാണ്, അതേപോലെ കണ്ടക്ഷൻ ബാൻഡിൻ്റെ എനർജിയെ ഞാൻ ഇ സി എന്ന് പറയുകയാണെങ്കിൽ ഇത് ഇ സി, ദിസ് ഇസ് ഇ വി. സോ ദോസ് ആർ ദി ടു എനർജി ലെവൽസ്. ഓക്കെ, ദ ടു എനർജി ബാൻഡ്സ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഡിഫറൻസിനാണ് ഞാൻ പറയുന്നത് ഇ ജി, വിച്ച് ഇസ് കോൾഡ് ആസ് എ ബാൻഡ് ഗ്യാപ്പ്. Okay, this is a band gap. So in this case, in the case of an intrinsic semiconductor, suppose your temperature parayanu, okay, temperature equal to 0 Kelvin in the condition parayanu. Adha temperature ഞാൻ കൊടുക്കുന്നില്ല. So whenever നമ്മൾ ഒരു external temperature കൊടുത്തില്ലെങ്കിൽ it means that ഇവിടെ carrier generation ഒന്നും ഉണ്ടാവില്ല. Okay, also the case is that when നമ്മൾ ഇപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷനിൽ ഇരിക്കുന്ന സമയത്ത് okay, when no temperature is being given, നമ്മൾ എക്സൈറ്റേഷൻ ഒന്നും കൊടുക്കാത്ത ടൈമിൽ ഈ വാലൻസ് ബാൻഡ് വിൽ ബി ഫിൽഡ് വിത്ത് ഇലക്ട്രോൺസ്. ഓക്കെ, വാലൻസ് ബാൻഡിനകത്ത് മൊത്തം ഇലക്ട്രോൺസ് കൊണ്ട് ഫിൽഡ് ആയിരിക്കും. സോ വാലൻസ് ബാൻഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ഇൻ ദി ഫിൽഡ് സ്റ്റേറ്റ്. സിമിലർലി കണ്ടക്ഷൻ ബാൻഡ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഇൻ ദി വേക്കൻറ്റ് സ്റ്റേറ്റ്. ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി വേക്കൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ദി വാലൻസ് ബാൻഡ് വിൽ ബി ഫിൽഡ് വിത്ത് ഇലക്ട്രോൺസ്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റേറ്റിലിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റേറ്റിലിരിക്കുന്ന സമയത്ത് മൊബിലിറ്റി ഉണ്ടാവും, കാരിയർ ജനറേഷൻ നടക്കുന്നില്ല. കാരിയർ ജനറേഷൻ എന്താണെന്ന് നമ്മളിനിപ്പോൾ പറയും. ഓക്കെ, തൊട്ടടുത്ത കേസ് പറയും. അപ്പോൾ കാരിയർ ജനറേഷൻ നടക്കുന്നില്ല, സോ ഓബിയസ്ലി മൊബിലിറ്റി ഇല്ല, കണ്ടക്ടിവിറ്റി ഇല്ല. So when temperature is 0 Kelvin, in a case of a intrinsic semiconductor, there will be no conductivity. That's the conclusion. So what happens when the temperature is being given? നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുകയാണ്. ഒരു ചെറിയ ടെമ്പറേച്ചറിനെ കൊടുക്കുകയാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, ഇതിപ്പോൾ ടെമ്പറേച്ചർ എന്തൊരു ടെമ്പറേച്ചർ കൊടുക്കുകയാണ് ആ കേസിൽ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, സോ വി ഹാവ് ദി ഇ സി, വി ഹാവ് ദി ഇ വി. ഓക്കെ, ആൻഡ് ദിസ് വിൽ ബി ഫിൽ വിത്ത് ഇലക്ട്രോൺസ് ആണല്ലോ, ഇലക്ട്രോൺസ് ഉണ്ട് നമുക്ക്. സോ വെൻ എവർ ഐ എം ഗിവിങ് എ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇപ്പോൾ എന്ത് എക്സ്റ്റേണൽ ടെമ്പറേച്ചറാണ് കൊടുക്കുന്നത് അതിൽ നിന്ന് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? എനർജി അബ്സോർബ് ചെയ്യും, അല്ല ഇറ്റ് ഗെറ്റ്സ് എനർജി. അപ്പോൾ ഇറ്റ് ഗെറ്റ്സ് എക്സൈറ്റഡ് എന്ന് പറയും. ഓക്കെ, സോ വെൻ എവർ വി ആർ ഗിവിങ് എൻ എക്സ്റ്റേണൽ ടെമ്പറേച്ചർ നമ്മുടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇലക്ട്രോൺ ഗെറ്റ്സ് എക്സൈറ്റഡ്. ഓക്കെ, ഇലക്ട്രോൺസ് ഗെറ്റ് എക്സൈറ്റഡ് ആൻഡ് ആസ് എ റിസൾട്ട് എന്ത് പറ്റും? ഈ ഇലക്ട്രോൺസ് ഈ വാലൻസ് ബാൻഡിൽ നിന്ന് ജമ്പ് ചെയ്ത് നമ്മുടെ കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകും. ഓക്കെ, അങ്ങനെ കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകുന്ന സമയത്ത് ഈ ഇലക്ട്രോൺ ഇപ്പോൾ എന്ത് ചെയ്യും? ഈ കണ്ടക്ഷൻ ബാൻഡിലോ ഇരിക്കുകയാണ്. ആ ടൈമിൽ ഈ ഇലക്ട്രോൺ ഇരുന്ന പൊസിഷൻ എവിടെയാണോ അവിടെ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യും, ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് ആസ് എ ഹോൾ. ഓക്കെ, അതിനൊരു ഹോൾ എന്നാണ് പറയുന്നത്. ആൻഡ് നമ്മൾ ഈ സൈൻ വെച്ച് പറയുന്ന സമയത്ത് ഈ ഹോൾസിൻ്റെ വാല്യൂ നമ്മൾ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ആൻഡ് ഇലക്ട്രോൺസിനോട് നെഗറ്റീവായിട്ടും. സോ പോസിറ്റീവ് ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ഇവിടെ ജനറേറ്റഡ് ആയി. മനസ്സിലായോ? നമ്മളൊരു എക്സ്റ്റേണൽ ടെമ്പറേച്ചർ കൊടുക്കുകയാണ്. ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഇലക്ട്രോൺ എന്ത് ചെയ്യും? എക്സൈറ്റഡ് ആയിട്ട് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകും. ആൻഡ് ആസ് എ റിസൾട്ട് അതിരുന്ന പൊസിഷനിൽ ഒരു ഹോൾ ക്രിയേറ്റഡ് ആവും, വിച്ച് മീൻസ് ദാറ്റ് വെൻ എ ടെമ്പറേച്ചർ ഇസ് ബീങ് ഗിവൻ, ഓക്കെ, ഓ വെൻ ദി ജനറേഷൻ പ്രോസസ് ഹാപ്പൻസ്, നമ്മളിവിടെ തേർമൽ എക്സൈറ്റേഷനിലേ കൊടുത്ത ടെമ്പറേച്ചർ കാരണം. സോ തേർമൽ എക്സൈറ്റേഷൻ കൊടുത്തത് കാരണം ഇവിടെ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ EHP, okay, electron hole pair was generated, and this process of generation, okay, in the case of intrinsic semiconductor is called as the intrinsic generation process. അപ്പോൾ
അപ്പോൾ ഇൻട്രിൻസിക് ജനറേഷൻ എന്താണ്? നമ്മൾ തേർമൽ എക്സൈറ്റേഷൻ കാരണം ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റഡ് ആയപ്പോൾ ഒരു EHP ജനറേറ്റഡ് ആയ സമയത്ത് നമ്മൾ പറയുന്നതാണ് ഒരു ഇൻട്രിൻസിക് ജനറേഷൻ പ്രോസസ് പറഞ്ഞിട്ട്. അപ്പോൾ അറ്റ് ദിസ് പർട്ടിക്കുലർ ടൈം എന്താണ്? നമ്മൾ ഇലക്ട്രോൺ ഇവിടെ ഇരിക്കുകയാണ് ആൻഡ് ഹോൾ ഇവിടെ ഇരിക്കുകയാണ്. ആൻഡ് ഇത് എപ്പോഴും ഈ കണ്ടീഷനിൽ റീറ്റെയിൻ ചെയ്യത്തില്ല അല്ലേ. സോ ആഫ്റ്റർ പർട്ടിക്കുലർ ടൈം എന്ത് പറ്റും? ഈ ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരുന്ന ഇലക്ട്രോണിന് ഒരു എക്സ്ട്രാ എനർജി കിട്ടിയിട്ട് അത് എക്സൈറ്റഡ് ആയിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ലെവലിലോട്ട് പോയത്. സോ ആഫ്റ്റർ പർട്ടിക്കുലർ ടൈം എന്ത് ചെയ്യും? ഇതിന് ഈ ഇലക്ട്രോൺ നേരത്തെ അക്വയർ ചെയ്ത എനർജീനെ അത് നഷ്ടപ്പെടും. ഓക്കെ, ഇറ്റ് വിൽ ബി ലൂസിങ് ഇറ്റ്സ് എനർജി ആൻഡ് ഇറ്റ് വിൽ ബി റിട്ടേണിങ് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ്. ഓക്കെ, അത് നേരെ തിരിച്ച് റിട്ടേൺ ചെയ്ത് എങ്ങോട്ട് വരും? നമ്മുടെ കണ്ടക്ഷൻ ബാൻഡിലോട്ട് വരും. വരുന്ന സമയത്ത് എന്ത് പറ്റും? തിരിച്ച് വരുന്ന സമയത്ത് ആ ഇലക്ട്രോൺ ഇവിടെ വരും ആൻഡ് ഇവിടുത്തെ ആ ഒരു പൊസിഷനിൽ പോകും. ഓക്കെ, ഇനി തിരിച്ച് വരുന്ന സമയത്ത് ഇതിപ്പോൾ ആദ്യം എക്സൈറ്റഡ് ആയതൊരു എനർജി അബ്സോർബ് ചെയ്തിട്ടല്ലേ, ആ എനർജി എന്ത് ചെയ്യും? അത് റിലീസ് ചെയ്യും. ആ എനർജിയെ റിലീസ് ചെയ്തിട്ടാണ് ഇത് റിട്ടേൺ ചെയ്ത് അതിൻ്റെ നോർമൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് റിട്ടേൺ ചെയ്ത് വരുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ പ്രോസസ് കോൾഡ് ആസ് ദി റീകോമ്പിനേഷൻ. ഇനീഷ്യൽ നമ്മൾ പറയുന്നത് എന്താണ്? ജനറേഷൻ പ്രോസസ്. ഓക്കെ, രണ്ടാമത് നടക്കുന്നതാണ് ദ റീകോമ്പിനേഷൻ പ്രോസസ്. ഓക്കെ, അപ്പോൾ ജനറേഷൻ റീകോമ്പിനേഷൻ ഒരുമിച്ചായിരിക്കും നടക്കുന്നത്. സോ ഇൻ ദിസ് കേസ് ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതാണ് പ്രോസസ് പറഞ്ഞത്. വി ക്യാൻ സീ ദാറ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ദ ഹോൾസ് ഇൻ തേർമൽ ഇക്വിലിബ്രിയം. ഓക്കെ, നമുക്ക് ഇലക്ട്രോൺസിൻ്റെ ഹോൾസിൻ്റെയും കാര്യം പറഞ്ഞു ആൻഡ് നമ്മൾ തേർമൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് പറയാണ്. തേർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ എന്താണ്? വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മുടെ ആക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്, അതായത് തേർമൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ദ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾ കോൺസെൻട്രേഷൻ ഇൻ അ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ വിൽ ബി സെയിം ഇൻ നേച്ചർ. കാരണം എന്താണ്? നമ്മൾ ജനറേഷൻ നടത്തിയ സമയത്തും ഒരു ഇലക്ട്രോണിന് കറസ്പോണ്ടിങ് ഒരു ഹോൾ ക്രിയേറ്റഡ് ആയി അല്ലെ. അപ്പോൾ അങ്ങനെയല്ലേ നടക്കൂ. അപ്പോൾ എത്ര നമ്പർ ഓഫ് ഹോൾസ് ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് അത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ ഫോം ചെയ്യും ആൻഡ് റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട്. സോ ഓൾവേസ് ഇൻ ദ കേസ് ഓഫ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആസ് വെൽ ആസ് ദ നമ്പർ ഓഫ് ഹോൾസ് വിൽ ബി ഈക്വൽ അണ്ടർ ദി തേർമൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ആ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് ഞാൻ N പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് ഹോൾസിന് P എന്ന് പറയുകയാണെങ്കിൽ തേർമൽ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഇതിൻ്റെ രണ്ടത്തിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് ദേ ആർ റെപ്രസെന്റഡ് ബൈ N0 ആൻഡ് P0. സോ N0 എന്ന് പറയുന്നത് ഈസ് എ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി തേർമൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയും. സിമിലർലി ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് ഹോൾസ് എന്ന് പറയുന്നതാണ് P0. ആൻഡ് ഇൻ ദിസ് കേസ് നമ്മൾ എന്ത് പറഞ്ഞു? ഹോൾസിൻ്റെയും ഇലക്ട്രോൺസിൻ്റെയും ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ രണ്ടും സെയിം ആണെന്ന് പറഞ്ഞു. N0 equal to P0 ആണെന്ന് പറഞ്ഞു. And also we say that this will be equal to a quantity which is called as a intrinsic carrier concentration Ni. Okay, ഈ രണ്ട് വാല്യൂസും സെയിം ആണ് ആൻഡ് ദാറ്റ് ക്യാൻ ബി ഇക്വേറ്റഡ് ടു എ ക്വാണ്ടിറ്റി, ഒരു ജനറലൈസ് ചെയ്ത് നമ്മളൊരു വാല്യൂ വരാണ് വിച്ച് ഇസ് കോൾഡ് ആസ് എ ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ Ni. ഓക്കെ, ആൻഡ് ഇൻ ദിസ് കേസ് ഓക്കെ ഇൻട്രിൻസിക് സെമികണ്ടക്ടർ കാര്യത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു. ഇവിടെ തേർമൽ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഓക്കെ നമ്മൾ തേർമൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ പറയുന്ന സമയത്ത് നമുക്കിവിടെ എന്ത് നടക്കുന്നുണ്ട്? ജനറേഷൻ പ്രോസസ് നടക്കുന്നുണ്ട് ഇനീഷ്യലി അല്ല. ഇലക്ട്രോൺ ഹോൾ പേ ക്രിയേറ്റ് ആവുന്ന ജനറേഷൻ പ്രോസസ് നടക്കുന്നുണ്ട്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദി റീകോമ്പിനേഷൻ റേറ്റ്. ഓക്കെ, തേർമൽ ജനറേഷൻ്റെ റേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ദ ജനറേഷൻ റേറ്റ് വിൽ ബി ഈക്വൽ ടു ദി റീകോമ്പിനേഷൻ റേറ്റ്. ഓക്കെ, അപ്പോൾ അതവിടെ പറയുന്നത്. സോ അണ്ടർ തേർമൽ ഇക്വിലിബ്രിയം ഓക്കെ ദി ജനറേഷൻ റേറ്റ് വിൽ ബി ഈക്വൽ ടു ദി റീകോമ്പിനേഷൻ റേറ്റ്. അപ്പോൾ നമ്മൾ ജനറേഷൻ റേറ്റ് പറയുകയാണെങ്കിൽ ഓക്കെ ജനറേഷൻ റേറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി റെപ്രസെൻറ്റഡ് ബൈ G of T. ഓക്കെ, G of T ഒരു ക്വാണ്ടിറ്റി പറയുകയാണ്. ആൻഡ് ദിസ് ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ നമ്മൾ പറഞ്ഞില്ല Ni വാല്യൂ, ദാറ്റ് ഇസ് ആക്ച്വലി ഡിപ്പെൻഡൻറ്റ് ഓൺ ദി ടെമ്പറേച്ചർ. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് Niയുടെ വാല്യൂ ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ ഓബിയസ്ലി ഇൻക്രീസ് ചെയ്യും. അത് ഈ ഒരു ഡയഗ്രം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കൂടുതൽ ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ കൂടുതലെന്ന് മനസ്സിലാവും. സോ ഇൻ ദിസ് കേസ് ജനറേഷൻ റേറ്റ് നമ്മൾ പറയുന്നത് ഓക്കെ G of T ദിസ് വിൽ ബി ഈക്വൽ ടു ആൽഫ ആർ ഇൻറ്റു Ni സ്ക്വയർ. Ni സ്ക്വയർ എന്താണ് നമുക്കറിയാം. ആൽഫ ആർ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. ഓക്കെ, സോ ദിസ് വിൽ ബി ദ വാല്യൂ, ദിസ് വിൽ ബി ദ ഇക്വേഷൻ ഫോർ ദ ജനറേഷൻ റേറ്റ്. ഓക്കെ, സിമിലർലി ഫോർ ദ റീകോമ്പിനേഷൻ റേറ്റ് നമ്മൾ R കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, R കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ദിസ് വിൽ ബി ഈക്വൽ ടു ആൽഫ ആർ ഇൻറ്റു Np, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്പർ ഓഫ് ഹോൾസ്. ഓക്കെ, Np എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ദിസ് കേസ് നമ്മൾ തേർമൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് N-ന്റെ P-ന്റെ വാല്യൂ എന്തായിരിക്കും? വിൽ ബി ഈക്വൽ ടു N0 ആൻഡ് P0 അല്ലേ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ആൽഫ ആർ ഇൻറ്റു N0 P0 അല്ലേ. ആൻഡ് ഓൾസോ വി നോ ദാറ്റ് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണ് എടുക്കുന്നത്. സോ ഇൻ ദിസ് കേസ് N0 P0 വാല്യൂ എന്ത് തന്നെയാണ്? Niയുടെ വാല്യൂ അല്ലേ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ആൽഫ ആർ ഇൻറ്റു Ni ഇൻറ്റു Ni എന്ന് പറയുമ്പോൾ Ni സ്ക്വയർ. Okay, so if I'm considering this as the equation number 1 G of T and this as the equation number 2 recombination rate inde, so under thermal equilibrium condition endha namukku kitte nammal ipo parna condition satisfy cheyidale adeythu generation rate ennu parayunnathu okay this was equal to the recombination rate ennu parayunnathu alpha Ni square. So this is the case
when we are considering the case of എന്താണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ അണ്ടർ തെർമൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ഓക്കെ, ഓൾസോ നമുക്ക് ഇതിൻ്റെ ബാലൻസ് മോഡൽ വെച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, ഐ എം കൺസിഡറിങ് എ സിലിക്കൺ സെമി കണ്ടക്ടർ. ഒരു സിലിക്കൺ സെമി കണ്ടക്ടറിൻ്റെ കാര്യം പറയുകയാണ്. ഈ ഒരു സിലിക്കൺ സെമി കണ്ടക്ടറിന് നമുക്ക് കേസിൽ നമുക്ക് 4 വാലൻസ് ഇലക്ട്രോൺസ് വിൽ ബി ബോണ്ടഡ് വിത്ത് കോവാലന്റ് ബോണ്ടിങ് വഴി 4 ഡിഫറെൻറ്റ് സിലിക്കൺ ആറ്റംസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. സോ സിലിക്കൺ ആറ്റം എന്ന് പറയുമ്പോൾ ഓക്കെ വി ഹാവ് അതിൻ്റെ ഫോർ ഓഫ് ദി വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ വേറെ 4 സിലിക്കൺ ആറ്റംസുമായിട്ട് കോവാലന്റ് ബോണ്ടിങ് വഴി കണക്റ്റഡ് ആയിരിക്കും. ഇത് കോവാലന്റ് ബോണ്ടിങ് ആണ് അല്ലേ? സോ ദിസ് ഇസ് എ കേസ്. അപ്പോൾ ഈ 4 വാലൻസ് ഇലക്ട്രോൺസ് 4 സിലിക്കൺ ആറ്റംസിൻ്റെ കണക്ട് ചെയ്ത് ഒരു സ്റ്റേബിൾ സ്ട്രക്ചറായിട്ട് ഫോം ചെയ്തിരിക്കുകയാണ്. പക്ഷേ സംടൈംസ് എന്ത് പറ്റും, ദിസ് ഇസ് ദ കേസ് വെൻ ടെമ്പറേച്ചർ ഈക്വൽ 0 കെൽവിൻ. അപ്പോൾ ഈ ടൈമിൽ വേറെ എവിടെയെങ്കിലും ഇലക്ട്രോൺസ് ഉണ്ടോ, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ല. സോ ആസ് എ റിസൾട്ട് മൊബിലിറ്റി നടക്കത്തില്ല, കണ്ടക്ടിവിറ്റി നടക്കത്തില്ല. ഓക്കെ, ബട്ട് വെൻ ദ കേസ്, അതായത് നമ്മളൊരു ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യാണ്, വെൻ ദ ടെമ്പറേച്ചർ അതായത് എക്സ്റ്റേണൽ ഒരു എനർജി കൊടുക്കുന്നല്ലേ പറയുന്നത്. സോ വെൻ ദിസ് external energy we are applying, okay, is equal or greater than the band gap. നമ്മൾ ഇവിടെ എങ്ങനെയല്ലേ പറഞ്ഞത്, ഈ ഇലക്ട്രോണിന് എക്സ്റ്റേണൽ ഒരു എനർജി കൊടുക്കും, ബട്ട് വെൻ ദാറ്റ് എനർജി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ആ എനർജി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദി ബാൻഡ് ഗ്യാപ്പ്, ഇതിനിടയ്ക്കുള്ള ബാൻഡ് ഗ്യാപ്പ് എനർജിയും കാട്ടി കൂടുതലായിരിക്കും ഓർ ഈക്വൽ ടു ആവുന്ന കണ്ടീഷനിലാണ് ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ജമ്പ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നത്. സിമിലർലി ഈ കോവലന്റ് ബോണ്ടിങ് ഫോം ചെയ്തിരിക്കുന്നുണ്ട്. സോ വെൻ എൻ എനർജി വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഈ ഒരു ബൈൻഡിങ് എനർജി, ഈ എല്ലാ ഇലക്ട്രോൺസും അങ്ങോട്ടും ഇങ്ങോട്ടും ബൈൻഡ് ചെയ്തിരിക്കുന്ന സ്പെസിഫിക് എനർജി ഉണ്ട് കോവലന്റ് ബോണ്ടിങ്ങിൽ. സോ ആ എക്സ്റ്റേണൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എനർജി ഈസ് ഗ്രേറ്റർ ദാൻ ബൈൻഡിങ് എനർജി ആവുന്ന ടൈമിൽ എന്ത് പറ്റും, ഈ കോവലന്റ് ബാൻഡ് ബ്രേക്ക് ചെയ്യും. ഓക്കെ, ബ്രേക്ക് ചെയ്തിട്ട് അപ്പോൾ അവിടെ ഫോം ചെയ്തിരിക്കുന്ന ആ ബാലൻസ് ബാൻഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ആ ബാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺസ് ആവും അല്ലേ, ഫ്രീ ഇലക്ട്രോൺസ് ആവും. ആൻഡ് ഫ്രീ ഇലക്ട്രോൺസ് വിൽ ബി കോൺട്രിബ്യൂട്ടിങ് ടു ദി മൊബിലിറ്റി അല്ലേ. ഇവിടെ അതല്ലേ സംഭവിച്ചു, ഫ്രീ ഇലക്ട്രോൺ ആയി. ഓക്കെ, അത് ജമ്പ് ചെയ്ത് ഒരു എക്സൈറ്റേഷൻ ലെവലിലോട്ട് പോയി, നമ്മുടെ കണ്ടക്ഷൻ വാലിലോട്ട് പോയി. അപ്പോൾ അവിടെ ഒരു മൊബിലിറ്റി ഓഫ് ചാർജ് കാരിയേഴ്സ് നടന്നു. ആ മൊബിലിറ്റി കാരണം അവിടെ കണ്ടക്ഷൻ ഉണ്ടാവും. സോ കണ്ടക്ടിവിറ്റി ഹാപ്പൻസ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പ്രോസസ്സ് പോകുന്നത്. ടെമ്പറേച്ചർ ഒരു എക്സ്റ്റേണൽ എനർജി കൊടുക്കുകയാണ്, സോ മൊബിലിറ്റി ഓഫ് ചാർജ് കാരിയേഴ്സ് നടക്കുകയാണ്, അത് കാരണം എന്ത് പറ്റും, കണ്ടക്ടിവിറ്റി നടക്കും. അപ്പോൾ ഇവിടുത്തെ കേസിൽ അങ്ങനെ സംഭവിച്ചത്. സോ വാലൻസ്